ഗുഡ് മോർണിംഗ്. ഞാനുണ്ട് ബാക്കിൽ, മാറും. ഞാനുണ്ട് ബാക്കിൽ ഇവിടെ. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റു. നമ്മൾ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു. ഒരു റൗണ്ട് 2 ബാഗ് നമ്മൾ കാറിൽ കൊണ്ടുവച്ചു. ഇന്നിനെ നമ്മൾ തിരിച്ച് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലോട്ട് വരില്ല കേട്ടോ. നമ്മൾ മിലാൻ കത്തീഡ്രലൊക്കെ കണ്ട് നമ്മൾ ലേക്ക് കോമോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. മിലാനിൽ നമുക്ക് ഒരു ദിവസം കൂടെ ഉണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞ് നമ്മൾ അവസാനം തിരിച്ച് വന്ന് 1 ഡേ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്നലെ പോയ ദിവസം ബട്ട് സ്റ്റിൽ ഓക്കെ, നമുക്ക് ലാസ്റ്റ് ദിവസം ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇന്നിപ്പോൾ തൽക്കാലം നമുക്ക് ആദ്യം മിലാൻ കത്തീഡ്രലിലോട്ട് പോവാം. എന്തെങ്കിലും ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പോവാം. എന്താണ് ഫോണിലൊരു തോണ്ടല്ലേ? അങ്ങോട്ട് ഇഷ്ടം ഇന്നലെ വന്നിട്ട് നെറ്റ്ഫ്ലിക്സ് ഒക്കെ ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലോഗ് ഔട്ട് ചെയ്തില്ലേ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഒരു രാത്രി സിനിമ കാണാതിരിക്കാൻ പറ്റില്ലേ. ഹോമടിച്ചു പോയ ബാഗാണ്, ജീവൻ വന്ന ഊരുന്നില്ല. ഇപ്പോൾ അത് നമ്മുടെ എയർബിഎൻബി ശരിക്കും ഒരു ബ്ലാക്ക് ഹോള് പോലെയാണ്. അതിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പുറത്ത് കിടക്കുന്ന ഒരു സാധനം അറിയുന്നില്ല. ഇത്ര വെളിച്ചായി ഒന്നും മനസ്സിലാവുണ്ടായിരുന്നില്ല. ഈ ഗേറ്റ് തുറക്കാൻ ബുദ്ധിമുട്ടായി കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പൊതുവേ നമ്മള് മലയാളികള് ഭയങ്കര സഹായ അനുഭൂതികളുള്ള ആൾക്കാരാണല്ലോ. നമുക്ക് ഒരാൾ ബുദ്ധിമുട്ടുന്നൊക്കെ കണ്ടാൽ നമ്മൾ പോയി സഹായിക്കും. പക്ഷെ ഞാൻ പുറത്ത് വന്നതിന് ശേഷം എല്ലാ ആൾക്കാരും സ്വന്തം കാര്യം അധികം മൈൻഡ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അതൊന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് ഇവിടെ ഇറ്റലിയിൽ വന്നതിന് ശേഷം തോന്നുന്നത് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഗേറ്റ് തുറക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ ഒരാൾ കാറിൽ നിന്നൊക്കെ ഇറങ്ങി വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ എമിലീൻ പാരിസില്ലേ, അതിലെ ഒരു പോപ്പുലർ ഡയലോഗ് ഉണ്ടല്ലോ, ഇറ്റാലിയൻസ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ഇൻ ബാഡ് മൂഡാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയല്ല, ഫ്രഞ്ച് പീപ്പിൾ എന്ന് പറയുന്നത് ഇറ്റാലിയൻസ് ഇൻ ബാഡ് മൂഡാണ് എന്നുള്ളത്. ഫ്രാൻസിൽ ഞാൻ 1-2 തവണ പോയിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്ന സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ. ആൾക്കാരുടെ ഒരു എന്താ പറയുക രീതി, പലപ്പോഴും എപ്പോഴൊക്കെ നമുക്ക് ഇവിടെ ഒരു ഹെൽപ്പ് വേണം, നമ്മൾ ചോദിക്കുന്നതിന്റെ മുന്നേ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വലിയ റൗണ്ട് ബോട്ടാണ്. എങ്ങനെയുണ്ട് ഇവിടെ വണ്ടി ഓടിക്കാൻ? കൺഫ്യൂസിംഗ് ആണ്. പിന്നെ ആൾക്കാർ റൂൾസ് അത്ര ഫോളോ ചെയ്യാത്തതുകൊണ്ട് എപ്പോൾ തിരിക്കണം എപ്പോൾ നിർത്തണം എന്നുള്ളതിന് നമുക്കൊരു ഊഹം കിട്ടുന്നില്ല. അതായത് നമ്മൾ കുറച്ച് ഐ കോണ്ടാക്ട് വെക്കണം മറ്റു ഡ്രൈവറായിട്ട്. യൂഷ്വലി ഇറ്റ്സ് എ പ്രാക്ടിക്കൽ തിങ്. നമ്മൾ ഏകദേശം നോക്കുക എന്താ ചെയ്യുന്നത്. കാരണം പിന്നെ ഓവർടേക്ക് ചെയ്യുന്നത് 2 സൈഡിൽ കൂടി ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പല സ്ഥലത്തും ലൈൻ വരച്ചിട്ടില്ല, ചില സ്ഥലത്ത് പെട്ടെന്ന് ലൈൻ വരച്ചിട്ടുണ്ടാവും. നമ്മൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമുക്ക് സംശയം തോന്നും. വലിയ സിറ്റി അല്ലേ, ബിഗർ സിറ്റി. പക്ഷെ അതെന്തൊക്കെ പറഞ്ഞാലും ആൾക്കാരൊരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. ഭയങ്കര എന്താ പറയാ, ഹെൽപ്പിംഗ് മെന്റാലിറ്റിയിലെ ആൾക്കാർ. നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ പോലെ ഉണ്ടല്ലേ. നമ്മുടെ നാട്ടിലെ ആൾക്കാർ പൊതുവേ ഭയങ്കര ഹെൽപ്പിംഗ് അല്ലേ. ഈ സൈഡ് അത്ഭുതം എന്ന് പറയട്ടെ, നമുക്ക് പാർക്കിംഗ് കിട്ടി. പക്ഷെ ഇവിടുന്ന് 1 കിലോമീറ്ററോളം നടക്കാണ്ട് കത്തീഡ്രലിലോട്ട് അങ്ങോട്ട് നടക്കാം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എനിക്ക് നല്ല വിശക്കുണ്ട് കേട്ടോ. എന്റെ സ്വഭാവമൊക്കെ മാറി തുടങ്ങും. ഇല്ല പിന്നെ നടന്ന് നമ്മൾ കുറച്ചൊരു മിലാന്റെ മെയിൻ പാർക്കിലോട്ട് എത്തിയ പോലെ ഉണ്ട് കേട്ടോ. കുറച്ച് നല്ല അടിപൊളി ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. സെഫോറ, നെതർലൻഡ്സിൽ സെഫോറ ഇല്ല. റീസൺ എന്താണെന്ന് എനിക്കറിയില്ല. സെഫോറയിൽ കാര്യങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി എൻ്റെ മേക്കപ്പ് കോഴ്സിലൊപ്പം പഠിച്ചിരുന്ന ആൾക്കാരൊക്കെ ബെൽജിയം ജർമ്മനിയും ഒക്കെ പോകുമായിരുന്നു. അങ്ങനെ നെതർലൻഡ്സിൽ സെഫോറ ഇല്ല. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് കയറി പറ്റിയിട്ടുണ്ട്. നല്ല തിരക്ക് കേട്ടോ. സാധനം ഫ്രീ ആയിട്ട് എടുക്കുന്ന പോലെ. ഇവിടെ വേണോ? സ്റ്റാർബക്സിൽ ഇത്രയധികം ഓപ്ഷൻസ് ഒന്നും ആംസ്റ്റർഡാമിൽ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഇവിടുന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. 11 യൂറോയ്ക്ക് നമ്മുടെ 2 പേരുടെയും വയറ് നല്ലോണം നിറഞ്ഞു. ആ പിസ്താഷിയോ ക്രോസാന്റ് അടിപൊളിയായിരുന്നു, രക്ഷയില്ല. ആ സ്ട്രീറ്റ് നേരെ നടന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഡുവോമോ ഡി മിലാനോ. ഡുവോമോ എന്ന് പറഞ്ഞ കത്തീഡ്രൽ, മിലാനോ എന്നുള്ളത് ഇറ്റാലിയനിൽ മിലാനെ പറയുന്നതാണ്. 6 സെഞ്ചുറീസ് എടുത്തിട്ടാണ്, അതായത് 600 വർഷം എടുത്തിട്ടാണ് ഈ ഒരു കത്തീഡ്രലിന്റെ പണി തീർന്നിട്ടുള്ളത്. ലോകത്തിലെ 5ാമത്തെ വലിയ കത്തീഡ്രലാണ് മിലാൻ കത്തീഡ്രൽ. ഇറ്റലിയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള കത്തീഡ്രലുമാണ്. 40,000 ആൾക്കാരെ അറ്റ് എ ടൈം ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാനുണ്ട്. ഞാനിവിടെ വന്നിട്ട് കുറേ കത്തീഡ്രലിൽ പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്തോ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്. നമ്മൾ അകത്തോട്ട് കയറാൻ വേണ്ടി ടിക്കറ്റ് എടുക്കണം. കേറാന്നാ വിചാരിക്കണേ. എനിക്ക് എന്തോ കേറാനുള്ളൊരു ഫീല്. ഇഷ്ടപ്പെട്ടോ വിഷ്ണു? നല്ല ബിഗിനിങ് ആണ്. ഇന്നലെ ഭയങ്കര തണുപ്പും വിസിബിലിറ്റി ഓടിക്കാൻ പറ്റാതെയും ഭയങ്കര ടഫായിരുന്നു. ഓക്കെ ഇട്ട് വെകളി വിഷ്ണു ആയിരുന്നല്ലേ. ഇന്ന് അതുകൊണ്ട് ബെറ്റർ ആണ്. പക്ഷെ ഇത് നല്ല വെതറും കേട്ടോ. സൺലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മൂഡ് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യും.
നമ്മൾ കത്തീഡ്രലിന്റെ അകത്ത് കയറാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു കേട്ടോ. ഒരാൾക്ക് 10 euro ആണ് വരുന്നത് ജസ്റ്റ് അകത്ത് കയറാൻ. ഏറ്റവും മുകളിൽ വരെ പോകാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അതിലൊരാൾക്ക് 20 euro ആണ് വരുന്നത്. നമുക്ക് അത്ര സമയമില്ലല്ലോ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് അകത്ത് കയറി ഒന്ന് കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം പോവാം. എനിക്കെന്തോ ഭയങ്കര ഒരു ഫീൽ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അകത്ത് കയറണം എന്നുള്ളത്. കയറാതെ എനിക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ എൻ്റെ നിർബന്ധത്തിലാണ് നമ്മൾ ഇപ്പോൾ അകത്ത് കയറുന്നത്. വേൾഡ് വാറിന് സമയത്ത് മിലാൻ കത്തീഡ്രൽ നല്ലോണം എഫക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെയും കുറേ പണികളൊക്കെ എടുത്തിട്ടാണ് ഇപ്പം കാണുന്ന ഒരു രൂപത്തിൽ കത്തീഡ്രൽ എത്തിയത്. കത്തീഡ്രലിനോട് ചേർന്ന് തന്നെ ഒരു മ്യൂസിയം ഉണ്ട്. ഒരേ ടിക്കറ്റിലാണ് നമുക്ക് രണ്ടും വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റുക. പക്ഷേ കത്തീഡ്രലിൻ്റെ അകത്ത് നമുക്ക് വീഡിയോസ് എടുക്കാനായിട്ട് പറ്റില്ല, ഫോട്ടോസ് എടുക്കാം. നല്ല രസമുണ്ടായിരുന്നു അകത്ത്. ഭയങ്കര പ്ലസന്റ് ആയിരുന്നു. കുറച്ച് നേരം ഇരുന്നു, പ്രാർത്ഥിക്കാനുള്ളതൊക്കെ പ്രാർത്ഥിച്ചു, എന്നിട്ട് ഇറങ്ങി. കത്തീഡ്രലിനോട് തൊട്ടടുത്ത് തന്നെ വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഷോപ്പിംഗ് തുടങ്ങുകയായിട്ടോ. ഇവിടെ ഇല്ലാത്ത ബ്രാൻഡ്സ് ഇല്ല. ഞാനിവിടെ വന്ന് കയറിയപ്പോൾ തൊട്ടിട്ട് എണ്ണയായിരുന്നു ഏതൊക്കെ ബ്രാൻഡ്സ് ഉണ്ടെന്ന്. എല്ലാ ബ്രാൻഡ്സും ഉണ്ട് ഇവിടെ. ക്രിസ്മസ് ട്രീ. പക്ഷെ അത്ര ഒരു ക്രിസ്മസ് ട്രീ ഫീൽ ഇല്ല. ഒരു പോർട്ടബിൾ ക്രിസ്മസ് ട്രീയുടെ റിയലൈസ് വിഷ്ണു വെക്കേഷൻ ആയിട്ട് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് 7 ദിവസത്തേക്ക്. പിള്ളേരൊക്കെ പരീക്ഷ കഴിഞ്ഞിട്ട് വെക്കേഷൻ എടുക്കണ പോലെയാണ്. വിഷ്ണു എന്നൊരു കാര്യം ചെയ്യാം, പ്രാടയിൽ കയറിട്ട് എനിക്കൊരു സൺഗ്ലാസ് വാങ്ങിച്ചു തന്നോളൂ. ഇറ്റാലിയൻസ് ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അവരുടെ ഫുഡ്. അവർക്ക് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കഴിക്കാനുള്ള ഒരു കാര്യം മാത്രമല്ല, അവരുടെ പാഷനും ട്രഡീഷനും ലവും എല്ലാം അവർ ഫുഡിലൂടെയാണ് കൺവേ ചെയ്യാറ്. ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമായിരുന്നു, ഓരോ ഫുഡും നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ പോകുമ്പോൾ നമുക്ക് കൊണ്ടുവന്ന് അവർ സെർവ് ചെയ്യില്ലേ, അപ്പം തന്നെ അവർ ഭയങ്കര അധികം സന്തോഷത്തോടു കൂടെ അല്ലെങ്കിൽ ഭയങ്കര അധികം പാഷനേറ്റ് ആയിട്ടാണ് അവർ സെർവ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒട്ടും ഒരു പിസ്സ പാസ്ത ആളല്ല, അതുകൊണ്ടാണ് എനിക്കിത് ഡെയിലി കഴിക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നത്. നല്ല ചെമ്മീൻ കറി കൂട്ടി ചോറ് കഴിച്ച സന്തോഷത്തിൽ നമ്മളിവിടുന്ന് ഇറങ്ങി. നേരെ നമുക്കിനി ലേക്ക് കോമോ പോകാട്ടോ. ഇവിടുന്ന് 1.5 മണിക്കൂർ ഡ്രൈവാണ് നേരത്തെ പറഞ്ഞ പോലെ. ഇപ്പം സമയം 1:15. നമ്മളൊരു 3:30 ഒക്കെ ആകുമ്പോൾ എത്തുന്നുണ്ടായിരിക്കും. മിലാൻ സെൻട്രലിലോട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് പാർക്കിംഗ് ഒരു വലിയ വെല്ലുവിളി തന്നെയായിരിക്കും കേട്ടോ. മുൻകൂട്ടി പാർക്കിംഗ് സ്പോട്ട്സ് നോക്കി വെച്ചിട്ട് വരിക. എന്നാലും വീക്കെൻഡ്സും എല്ലാം പാർക്കിംഗ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇന്നൊരു വീക്ക് ഡേ ആയതുകൊണ്ടാണ് നമ്മൾ കഷ്ടിച്ചൊന്ന് രക്ഷപ്പെട്ടത്. എക്സൈറ്റഡ് ആണോ ലേക്ക് കോമോയിലോട്ട് പോകാൻ? ലേക്ക് കോമോ കുറച്ചും കൂടെ സീനിക് ആയിട്ടുള്ള സ്ഥലമാണ്. അങ്ങനത്തെ സ്ഥലങ്ങളോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ എന്തായാലും ഞാനും കുറച്ച് എക്സൈറ്റഡ് ആണ്. തൽക്കാലം നമുക്ക് മിലാനോട് യാത്ര പറയാം. മാപ്പ് 70 അതന്നെ. ആ കാറ് പോയി അങ്ങോട്ട്, അറക്കാറ് പോയി അങ്ങോട്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് നമ്മൾ കോമോയിലെത്തി. നമ്മൾ ലേക്ക് കോമോന് ഇവിടെയുള്ള ഒരു കോമോ എന്നാ പറയുന്നത്. 43 മിനിറ്റില് ലേക്ക് കോമോ എത്തും. ഇവിടെ വന്നതിന് ശേഷം സ്കിന്ന് ഭയങ്കര പ്രശ്നം, ഭയങ്കരമായിട്ട് എക്സ്ട്രീം ഡ്രൈ ആയിട്ട് വരുന്നു. ഞാൻ വാസ്ലിൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എടുക്കാൻ മറന്നു. അതുകൊണ്ട് 1.5 മണിക്കൂർ ട്രാവലാണ് മിലാൻ എന്നുള്ളെങ്കിലും ഒരു മേജർ ചേഞ്ച് ലാൻഡ്സ്കേപ്പിൽ ഉണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് മലയും കുന്നും പുഴയും ഒക്കെ വന്ന് ആകമൊത്തം അങ്ങോട്ട് പ്രകൃതി രമണീയായി നമ്മുടെ യാത്ര. നല്ല രസം തോന്നുന്നുണ്ടല്ലോ. ചെറിയ ഇടവഴികളിലൂടെ. വേണ്ട, ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടില്ലല്ലോ. ഞാൻ ഓടിച്ച ഇൻഷുറൻസ് കിട്ടില്ലല്ലോ. ഇൻഷുറൻസ് എടുത്തെങ്കിൽ ഒരാളെ കൂടെ ഡ്രൈവറായിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പെർ ഡേ അത്രയും 10 euro 15 euro കൂടും. എന്താ താൻ ചെയ്യാഞ്ഞത്? എനിക്ക് ഫുൾ ഓടിക്കണം എന്നുള്ളതാണ്. അതൊരു സത്യമായത് കാരണം വെറുതെ ഒരിക്കലും ഒരു സ്കോപ്പില്ല, ഒഴിവാക്കാം. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുള്ള വഴികളിലൂടെ നമ്മളങ്ങനെ പോവുകയാണ്. ഞാൻ ഇടയ്ക്ക് എപ്പോഴോ വെച്ച് എൻ്റെ ബോധം പോയായിരുന്നു. ഞാൻ നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോൾ ഞാൻ കണ്ടത് ഇങ്ങനെ വലിയ മുട്ടക്കുന്നുകളായിരുന്നു. നമ്മളിവിടെ ഫെറി എടുക്കാൻ പറ്റുന്ന ഒരു പോയിന്റിലെത്തി. ഇവിടെ നമ്മൾ ബലാഞ്ചിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. അവർ പറഞ്ഞ ഇൻഫർമേഷൻ, കാറായിട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ടഫായിരിക്കും പാർക്കിങ്. 2 പേർക്ക് 15 euro ആണ് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഫെറിയിൽ. കാറ് പോയി കഴിഞ്ഞാൽ ഭയങ്കര ടഫായിരിക്കും. ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇവിടെ ഒരു വലിയ പാർക്കിംഗ് ഉണ്ട്, അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തിടാം. ഏതൊരു ഹോട്ടൽ കഴിഞ്ഞിട്ട് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വലിയ പാർക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു, പോയി പാർക്ക് ചെയ്തിടാം. പിന്നെ ലാസ്റ്റ് ഫെറി ഇങ്ങോട്ട് 9:25 2 പേരോട് ഞാൻ ഇൻഫർമേഷൻ പാസ് ചെയ്തു. പക്ഷെ ടിക്കറ്റ് എടുക്കണം ഇവിടുന്ന്. 2 പേർക്കും കൂടെ 15.50 എടുക്കട്ടെ. പൈസ ഉണ്ട്, ശരിയാ. ബാങ്കിൽ നിന്ന് എടുത്ത പൈസ ഉണ്ട്. കാർഡ് ഉപയോഗിക്കുന്നതിന് പകരം ഇവിടുന്ന് പോകുന്നതിന്റെ മുന്നേ പൈസ തന്നെ നമുക്ക് മാക്സിമം ഉപയോഗിക്കാം. ഈ കൈകൊണ്ട് പൈസ അവരുടെ കാര്യം ചോദിക്കട്ടെ. ഞാൻ ഇപ്പോഴേക്ക് മനസ്സിലാത്തോ, ബെലാഞ്ചിയും വരേണിയും ഇങ്ങോട്ടാണ്.
നമ്മളിപ്പോ പോയി കഴിഞ്ഞാൽ ബെലാഞ്ചിയോ മാത്രം കണ്ട് തിരിച്ചു വരും. നാളെ ഇപ്പോൾ വീണ്ടും 15 രൂപയ്ക്ക് വരില്ലേ? രണ്ടുപേരും. അപ്പൊ ശരിക്കും ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യുന്നതാണോ നല്ലത്? നാളെ പോവാണ് നല്ലത് എന്നാണ് അവരുടെ അഭിപ്രായം. എന്തൊരു നല്ല മനുഷ്യന്മാരാണെന്ന് അറിയാം. എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാവരും ഇവരെ കണ്ടുപഠിക്കണം എന്നാണ്. ഒരു രക്ഷയില്ല. നല്ല തങ്കക്കുട്ടപ്പന്മാരെന്നൊക്കെ പറയില്ലേ, അങ്ങനെ. അപ്പോൾ അവരെനിക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം പറഞ്ഞു തന്നിട്ടുണ്ട്. അവർക്ക് അറിയാവുന്ന ഭാഷ വെച്ച് എല്ലാ ഇറ്റാലിയൻസും ഒരേ സ്ലാങ്ങിലാണ് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അറിയാവുന്ന ഭാഷ വെച്ച് അടിപൊളിയുടെ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അവർ പറഞ്ഞു ഇന്ന് പോകണ്ട, നാളെ പോയാൽ മതി. കാരണം നാളെ ഫുൾ ഡേ കിട്ടും. ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഹോട്ടൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബിഗ് പാർക്കിംഗ് ഉണ്ട് ലെഫ്റ്റ് സൈഡിലെന്ന്. ഇത് ഫെറിയുടെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഞാൻ വന്ന് കയറട്ടെ, ഇവിടെ എന്തെങ്കിലും നടക്കാം, ഫോട്ടോ എടുക്കാം. നമ്മൾ കുറച്ച് നേരം ഈ ലേക്കിന് ചുറ്റും സൺസെറ്റൊക്കെ കണ്ടുകൊണ്ട് നടന്നു. ഒരു 4:30-5 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ സൺസെറ്റ് ആവുന്നത് കാരണം അതിനുശേഷം നമുക്ക് നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അധികം കണ്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതിനുശേഷം റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ മെയിനായിട്ട് ഓപ്പൺ ആയിട്ടിരിക്കുള്ളൂ. കഴിഞ്ഞ ഒരു 15-20 മിനിറ്റ് ആയിട്ട് നമ്മളൊരു ടോയ്ലറ്റ് അന്വേഷിച്ച് നടക്കുകയാണ്. നമ്മൾ കണ്ടുപിടിച്ച് കയറിയ കഫേയിൽ ടോയ്ലറ്റ് ഇല്ല. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു 150 സാധനം ഉണ്ട് കേട്ടോ. ഒരു ഇൻസ്റ്റ 360 ഉണ്ട്, ക്യാമറ ഉണ്ട്, പിന്നെ ഒരു കണ്ണട ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി ഒരു പകുതി സാധനം ഞാൻ വിഷ്ണുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. വിഷ്ണു എൻ്റെ അടുത്ത് പറയായിരുന്നു, നീ ഒന്നെങ്കിൽ ഒരു വ്ളോഗറെ പോലെ ഡ്രസ്സ് ചെയ്യൂ, അല്ലെങ്കിൽ ഒരു മോഡലിനെ പോലെ ഡ്രസ്സ് ചെയ്യുമെന്ന്. മോഡലിനെ പോലെ ഡ്രസ്സ് ചെയ്തിട്ട് വ്ളോഗർ ആവാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് നല്ലൊരു ഫീഡ്ബാക്ക് ആയിരുന്നു അത്. നാളത്തെ ഡ്രസ്സിങ് എൻ്റെ വ്ളോഗറിനെ പോലെ ആയിരിക്കും വിഷ്ണു. എന്തൊക്കെയാണ് ഈ വ്ളോഗറിൻ്റെ ഡ്രസ്സിങ്ങിൽ വേണ്ടത്? കേൾക്കണില്ല. സ്വന്തം സാധനങ്ങൾ സ്വയമായിട്ട് വെക്കാൻ പഠിക്കുകയെന്ന്. അപ്പൊ മോഡലിന് സ്വന്തം സാധനങ്ങൾ സ്വയമായിട്ട് വെക്കണ്ട. മോഡലാകുമ്പോ കുറെ ആൾക്കാർ കൂടെ ഉണ്ടോ, അപ്പൊ അവര് നോക്കിക്കോളൂ. എന്നാ എനിക്ക് മോഡലാവാൻ ഇഷ്ടം. അതെല്ലാം നോക്കിയാൽ മതി കേട്ടോ. വേറെ ആൾക്കാർ മോഡൽ കണ്ടുപിടിക്കും. ഞാനിങ്ങനെ ഡ്രസ് ചെയ്ത് നടക്കും. നമ്മൾ പോണ്ടിരുന്ന ഫെറിയാണ്. ഇന്ന് പോയില്ല, നാളെ പോകാന്ന് വെച്ചു. വിഷ്ണുവിൻ്റെ ബാക്ക് പെയിൻ എങ്ങനെയുണ്ടെന്ന് കുറച്ച് പേരൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇന്നലെ ചെറിയൊരു സ്ട്രെയിൻ തോന്നുന്നുണ്ടായിരുന്നു ആ ഒരു സർജറി കഴിഞ്ഞ ഭാഗത്ത്. ഒരിക്കൽ ബാക്ക് പെയിൻ വന്ന് നമ്മൾ എത്ര അതൊന്ന് മാറിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും പിന്നെയും വെയിറ്റ് എടുക്കുമ്പോഴൊക്കെ ആ ഭാഗത്ത് ചെറിയ സ്ട്രെയിൻ വരും. ഒട്ടും തന്നെ വിഷ്ണു വെയിറ്റും കാര്യങ്ങളൊന്നും എടുക്കാറില്ല. ഇന്നലെ നമ്മൾ മൊത്തത്തിൽ പാക്ക് ചെയ്ത് ഇറങ്ങിയ ആ ഒരു ധൃതിയിൽ പ്ലാൻ ചെയ്യാതെ ചെയ്ത കാര്യങ്ങളുകൊണ്ടാണ് വിഷ്ണുവിന് ബാക്ക് പെയിൻ വന്നത്. എന്തായാലും വലിയ കുഴപ്പമില്ല. ഇന്ന് രാവിലെയൊക്കെ ആയപ്പോഴേക്ക് നല്ലോണം മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നടന്ന് സൺസെറ്റ് ആയ സമയമായപ്പോഴേക്ക് നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇവിടെ ഒരു എയർബിഎൻബി തന്നെയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അവർ നമുക്ക് പ്രോപ്പറായിട്ട് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റും റെസ്റ്റോറൻറ്റ്സും പിസേറിയാസ് ഏതാന്നൊക്കെ കൃത്യമായി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയായിരുന്നു വിഷ്ണു ദിവസം? എന്താണ്ടായത്? നമ്മളൊരു അഡ്രസ്സ് ഇട്ടു, ആ അഡ്രസ്സിലോട്ട് നമ്മൾ പോയി. എന്നിട്ട് 1 മണിക്കൂർ ദൂരെയായിരുന്നു നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോൾ അഡ്രസ്സിൽ. അങ്ങനെ ഒരു പ്രാന്ത് പിടിച്ച ഓട്ടം തിരിച്ച് 70 കിലോമീറ്റർ ഇങ്ങോട്ട് ഓടി അല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, വളരെയധികം പ്രൗഡായിട്ടാണ് ഇറ്റാലിയൻസ് അവരുടെ ഫുഡ് പ്രസൻറ്റ് ചെയ്യുക. ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടുത്തെ ഏറ്റവും നല്ല പിസ്സ ഏതാണെന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ അവരുടെ അടുത്ത് ഓർഡർ ചെയ്തത്. അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു രീതി കേട്ടിട്ടുണ്ടല്ലോ, നമുക്ക് പറയാൻ തോന്നും ഒന്നാക്കണ്ട 2 എടുത്തോളാം. ഇറങ്ങി നല്ല തണുപ്പുണ്ട്. നമുക്കിനി എയർബിഎൻബിയിൽ പോകാം. കൈയൊക്കെ വിറയ്ക്കുന്നു. നല്ലോണം ഇരുട്ടാവുന്നതിൻ്റെ മുന്നേ നമുക്ക് എയർബിഎൻബിയിൽ എത്താമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ലേക്ക് കോമോന്ന് കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ വഴി തെറ്റുന്ന കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായത് കാരണം എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ഇവിടെ നമ്മുടെ എയർബിഎൻബിയിൽ വന്നു. ഇതാണ് നമ്മുടെ ബാത്റൂം. നേരെ ഇവിടെ വന്ന് ഇവിടെ ആണ് ബെഡ്റൂം വരുന്നത്. ആൻഡ് ഇവിടെ ഒരു ഹാള്, ഈ സൈഡിലായിട്ടൊരു കുട്ടി കിച്ചൺ, പിന്നെ ഇവിടെ ഒരു ബാൽക്കണി. നാളെ രാവിലെ കാണുമ്പോൾ ഇതൊന്നും ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആ സൈഡിൽ ഫുൾ ലേക്കാണ്. അപ്പോൾ നാളെ രാവിലെ ഇനി നമുക്ക് കാണാം. അതുവരെ ശുഭരാത്രി. ഗുഡ് മോർണിംഗ് കുട്ടോ. ഗുഡ് മോർണിംഗ്. വ്യൂ കണ്ടോ? വ്യൂ എന്നാലും വ്യൂ കണ്ടത് എനിക്ക് ഞെട്ടില്ലാത്ത ഞാൻ കണ്ടിട്ടില്ല. ഈ കാണുന്ന ചുരം എല്ലാം കയറി നമ്മളിതേ കാർ ഇവിടെ പാർക്ക് ചെയ്തു. ഇവിടെ 3 സ്റ്റേ ആണ് വരുന്നത് കേട്ടോ. 1, 2, 3. ഇതിൽ കാണുന്ന ആ ഏറ്റവും അറ്റത്തതാണ് നമ്മുടെ എയർബിഎൻബി. നമ്മളിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ കീ ഈ ഒരു ലോക്കിൻ്റെ അകത്തായിരുന്നു. അതിൻ്റെ പാസ്കോഡ് അവർ നമുക്ക് പറഞ്ഞു തന്നു. കീ എടുത്ത് നമ്മൾ ഡോറ് തുറന്ന്
അകത്ത് കയറി ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് കാറിന്ന് ഭയങ്കരമായിട്ടുള്ളൊരു ശബ്ദം കേട്ടോ. ഓൾറെഡി ഞാൻ കുറച്ച് പേടിച്ചിരിക്കുകയായിരുന്നു. കാരണം രാത്രി വന്ന സമയത്ത് കാര്യമായിട്ട് അങ്ങനെ ഇതിപ്പോ ഞാൻ അടച്ച ഡോർ നോക്കി പറയുന്നത്, കാറ് നോക്കി പറയാം, കാറിനെ പറ്റില്ല പറയുന്നത്. അപ്പോൾ വീടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ കാർ ആരോ തുറക്കാൻ നോക്കുമ്പോഴുള്ള കാറിൻ്റെ അലാം സൗണ്ട് ഇല്ലേ, അങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള ശബ്ദം. ഈ രാത്രി നമ്മൾ ഈ ചുരമൊക്കെ കയറി മുകളിലെത്തിയപ്പോൾ തന്നെ ആകെ ഇങ്ങനെ സ്ട്രീറ്റ് ലൈറ്റും കാര്യമൊന്നും ഇല്ലാത്തപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ആൾതാമസമുള്ള സ്ഥലമാണെന്ന് രാവിലെ നീറ്റപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷെ അതല്ലാതെ എനിക്കൊരു പേടി തോന്നിയിട്ടുണ്ടായിരുന്നു. വൺസ് നമ്മൾ ചെറുതായിട്ടൊന്ന് പേടിച്ചാൽ പിന്നെ കാണുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പേടിയായിരിക്കുമല്ലോ. അങ്ങനെ കാർ ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. ആരുടെ കാറാന്ന് പോലും അറിയില്ല. വിഷ്ണു നേരെ ഡോറൊക്കെ തുറക്കാൻ വേണ്ടി ഓടുക. ഞാൻ വിഷ്ണുവിൻ്റെ പിന്നാലെ തുറക്കരുത് എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കാറാണോ ആരുടെ കാറാണെന്ന് അറിയില്ല, ശബ്ദം ഉണ്ടാക്കലൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് വരുന്ന സ്ഥലം. അതിനുശേഷം ഇവിടെ കോട്ട് ഹാങ് ചെയ്യാനുള്ളൊരു സ്ഥലമുണ്ട്. ഇവിടെ ഒരു കുളിക്കാനുള്ള സ്ഥലവും ഒരു ടോയ്ലറ്റും കൂടെ ഉണ്ട്. ഇവിടെ കണ്ടോ, ഇറ്റലിയിൽ ഞാൻ വന്നതിന് ശേഷം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ടോയ്ലറ്റിൻ്റെ അടുത്ത് തന്നെ നമുക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഏരിയ കാണുന്നുണ്ട്. ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള പേര് ഞാൻ ഇതിൽ റെഫർ ചെയ്ത് കണ്ടുപിടിച്ചായിരുന്നു, മറന്നുപോയി, ഞാൻ എഴുതി കാണിക്കാം. പക്ഷെ എന്താ ഈ ഒരു ലോജിക്ക് എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇപ്പൊ ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോസറ്റ്സ് ഇല്ലേ, ആ ഒരു ഐഡിയ തന്നെയാണ് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്തിനാ ഒരു സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പോയി ഇരുന്ന് കഴുകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലം വെച്ചിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ പിന്നിൽ ലോജിക്ക് അറിയുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് നേരെ വിഷ്ണു വല്ല സിനിമ കാണുന്ന പോലെയുള്ള മൊബൈൽ കാണുന്നു. നേരെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. നമ്മുടെ ബെഡ്റൂമൊന്നും ഒരു ബാൽക്കണി ഉണ്ട്, നേരത്തെ കണ്ട അതേ ലേക്ക് തന്നെയാണ്. താഴെ നമ്മുടെ ലഗേജ് എല്ലാം തുറന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഒരു 5-6 സ്ഥലത്ത് സ്റ്റേ ചെയ്യുമ്പോൾ ലഗേജ് പാക്കിങ്ങും അൺപാക്കിങ്ങും തന്നെയായിരിക്കും മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്. പിന്നെ ദേ ഇവിടെയാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ലിവിങ് ഏരിയ എന്ന് പറയുന്നത്. വിഷ്ണുവിൻ്റെ ഇപ്പം മെയിൻ വിനോദം എന്ന് പറയുന്നത് ഏത് എയർബിഎൻബിയിൽ വന്നു കഴിഞ്ഞാലും അപ്പം നെറ്റ്ഫ്ലിക്സ് ഒന്ന് ലോഗിൻ ചെയ്തിടുക. എന്നിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ല. ഹേ വിഷ് ബോയ്, ഗുഡ് മോർണിംഗ്. ഇൻസ്റ്റാഗ്രാമൊക്കെ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഫുൾ ടൈം ഇൻസ്റ്റാഗ്രാമില് നല്ലതാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇവിടെ ഒരു ചെറിയ വിൻഡോ പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് കിടിലോ ആയിട്ടുള്ള വ്യൂ ആണ് നമുക്ക് പുറത്തോട്ടുള്ളത്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഷെപ്പ് നിങ്ങൾ തട്ടുമുട്ടൊക്കെ ആയിരിക്കും കേൾക്കുന്നുണ്ടായിരിക്കും. എനിക്ക് ഇവിടെ തൊട്ടടുത്ത അപ്പാർട്ട്മെന്റിൽ എന്തോ പണി നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഇവിടെ തന്നെയാണ് കേട്ടോ കിച്ചൺ വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ളൊരു ഏരിയ ഉണ്ട്. ഇവിടെ ഒരു ഫയർ പ്ലേസ് ഉണ്ട്. ഇതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നൊന്നുമില്ല. എന്താ ഇത് വന്നിട്ട് തീയൊക്കെ കത്തിച്ചുകൊണ്ട് ഇവിടെ കൂടുതൽ. പിന്നെ ഇവിടെ നമുക്ക് ഒരു ബാൽക്കണി ഉണ്ട്. ഇവിടുന്ന് നേരത്തെ നമ്മൾ കണ്ട അതേ ലേക്കിൻ്റെ വ്യൂ തന്നെയാണ്. ഇതാണ് നമ്മൾക്ക് ബാൽക്കണി എന്നുള്ള ലേക്ക് വ്യൂ. സംഗതി രസമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ മറ്റേ സ്വിറ്റ്സർലാൻഡൊക്കെ പോയ സമയത്ത് ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ എനിക്ക് കരച്ചിൽ വരുന്നൊരവസ്ഥയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ നേച്ചർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ഇങ്ങനെ മൗണ്ടെയിൻസും അതേപോലെ തന്നെ ഭയങ്കര സീനിക് ബ്യൂട്ടിയൊക്കെ കണ്ടാൽ എനിക്ക് ഭയങ്കര കരച്ചിൽ വരും. പക്ഷെ ആ ഒരു ലെവലിലോട്ടൊന്നും ഇതെന്നെ കൊണ്ടുപോകുന്നില്ല. പക്ഷെ എന്നാലും കാണാൻ ഭംഗിയുണ്ട്. ഇതാണ് നമ്മുടെ അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ വീട്. അങ്ങോട്ട് അധികം നോക്കണ്ട, താല്പര്യത്തിന് നല്ലതല്ല. അപ്പോൾ അത്രയാണ് നമ്മുടെ എയർബിഎൻബി ഉള്ളൂ. രാവിലെ എണീറ്റ് ഞാൻ ഒരു കോഫിയൊക്കെ ഇട്ട് കുടിച്ചായിരുന്നു. ഇനി നമുക്കൊന്ന് മെല്ലെ റെഡിയായി പുറത്തോട്ട് ഇറങ്ങാം. സമയം 8 മണിയായിട്ടുണ്ട് കേട്ടോ. രാത്രി കുറച്ച് നേരത്തെ എത്തി, നല്ലോണം ബോധം പോയി ഇറങ്ങിയതുകൊണ്ട് ഇന്ന് കുറച്ച് ഫ്രഷ് ആയിട്ടാണ് എണീറ്റിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മെല്ലെ റെഡിയായി പുറത്തോട്ട് ഇറങ്ങാം. ഓക്കെ, ഞാൻ റെഡിയായി. സമയം 9:45. നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം. ഞാനിത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡ്രസ്സിൻ്റെ കോമ്പിനേഷനാണ് കേട്ടോ എനിക്കിത്, ബ്ലാക്കും ഗ്രേയും കൂടെ. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ കാണിക്കാം. പക്ഷെ അതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇത്തവണ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ മിനിമലിസ്റ്റിക് ആയിട്ടാണ് നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ പാക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞത്. ആകെ കൺമഷി ലിപ്സ്റ്റിക്കും മാത്രമാണ് ഞാൻ എടുത്ത് വെച്ചുള്ളൂ. എനിക്കിപ്പോൾ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരിക്കലും മിനിമലിസം പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് മനസ്സിലാക്കി ഞാൻ വിഷ്ണുവിനൊന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ഐറ്റംസ് വെച്ചിട്ടാണ് പാക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, നേരത്തെ റെഡിയാവുന്നുണ്ട്. ഇന്നും ഞാനാണ് ആദ്യം റെഡി ആയിട്ടുള്ളത്, ഇന്നലെയും ഞാനായിരുന്നു ആദ്യം റെഡി ആയിട്ടുള്ളത്. അപ്പോൾ സാധനങ്ങളില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാവാൻ പറ്റും. അതാണ് വിഷ്ണുവൊക്കെ പെട്ടെന്ന് റെഡി ആവുന്നതെന്ന് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇറങ്ങാം, ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ എനിക്ക് ആൾക്കാരെ. ഇറങ്ങിയ സമയത്ത് വിഷ്ണുവിൻ്റെ കാർഡ് ഹോൾഡർ ഒന്നും കാണാത്ത അവസ്ഥയുണ്ടായിരുന്നു. അതൊന്ന് തപ്പി കണ്ടുപിടിക്കലായിരുന്നു ആദ്യത്തെ പണി. തൊട്ടടുത്ത എയർബെൻബിലുണ്ടായിരുന്ന അവർ ഡിവോഴ്സ് ചെയ്തെന്ന് പറയുന്നത് അവർ വെക്കേറ്റ് ചെയ്തു. നമുക്ക് പോവാം. ഇതാണ് എൻ്റെ മുഴുവൻ ഡ്രസ്.
വണ്ടി 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 ഞാൻ ചൂടെടുത്തിട്ട് ചാവുന്ന എനിക്ക് തോന്നുന്നു. എനിക്ക് ഊരാൻ പറഞ്ഞു. സാറില്ല, ഇനിയിപ്പോൾ പെട്രോളിക്ക് മാറ്റാം. നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പൊ ആദ്യം പോയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതിനുശേഷം ആദ്യം പറയുന്നത്. അതിനുശേഷം നമുക്ക് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോവാം. വിഷ്ണുവിന്റെ അച്ഛൻ വാൽപ്പാറ എസ്റ്റേറ്റിൽ, ടി എസ്റ്റേറ്റ് അല്ലേ, ടി എസ്റ്റേറ്റിൽ മാനേജറായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഈ പ്രകൃതി കണ്ട് ഇങ്ങനെ അന്തം വിടുന്ന സ്വഭാവം എനിക്കുള്ളതുകൊണ്ട് വിഷ്ണു എന്നോട് എപ്പോഴും പറയും, ഒന്ന് നമുക്ക് വാൾപ്പാറ പോവാം നാട്ടിൽ പോകുന്ന സമയത്ത്. എന്നാൽ എനിക്ക് ഭയങ്കര വലിയ ഫീലിംഗ് ആയിരിക്കുന്നു അല്ലേ. ഇപ്പൊ നമ്മൾ കണ്ട സ്ഥലങ്ങളെക്കാളും ഭംഗിയുള്ള സ്ഥലം വാൾപ്പാറ. നമ്മളിപ്പോ കണ്ട ആണോ വാൾപ്പാറ? വിഷ്ണു, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമുക്കിപ്പോ കഴിഞ്ഞ 2-3 വ്ളോഗിൽ വരുന്ന ഒരു കമന്റ് ആണ്, താൻ ഞാൻ മാത്രം ഉള്ളപ്പോൾ മുഖം കടുന്നല് കുത്തിയതുപോലെയും ഫ്രണ്ട്സ് ഉള്ളപ്പോൾ താൻ ഭയങ്കര ചിരിച്ച് ചില്ലാണ്. 2 സിറ്റുവേഷനിലും ക്യാമറ ഉണ്ടല്ലോ, പിന്നെ എന്താണ് എനിക്ക് ഞാൻ മാത്രമുള്ളപ്പോൾ അത്ര ബുദ്ധിമുട്ട്? എനിക്കുള്ളപ്പം ഞാൻ ക്യാമറയിൽ ഫോക്കസ് ആവുന്നുണ്ടെന്ന് എനിക്ക് നല്ലോണം അറിയാമെന്ന്. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു അടുത്ത ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു പേടി വരും. എല്ലാവരോടും സംസാരിച്ചിരിക്കുകയാണ്. അപ്പൊ എനിക്ക് വലിയൊരു അറിവൊന്നുമില്ല അപ്പൊ എന്താ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ക്യാമറയിൽ വരുന്നുണ്ടോ, അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കില്ല. അപ്പൊ നമ്മൾ ഒറ്റയ്ക്കുള്ളപ്പോ ഞാൻ തന്നെ ക്യാമറയിൽ എടുക്കുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടാണോ? പക്ഷെ എന്റെ ഭയങ്കര റെസ്പോൺസസ് ഉണ്ടാവും. ഞാൻ പിന്നെ പിന്നെ ഞാനുണ്ടല്ലോ, നമ്മളിങ്ങനെ എല്ലാവരും കൂടിയ സമയത്ത് ഞാനിങ്ങനെ വ്ളോഗൊക്കെ എടുക്കുകയാണെങ്കിൽ പൊതുവെ എനിക്ക് എല്ലാവരും തരുന്ന ഫീഡ്ബാക്കാണ് ഞാനങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് എന്നുള്ളത് പൊതുവെ ആരും അറിയാറില്ല എന്ന് അല്ലേ. അപ്പൊ അതുകൊണ്ടും കൂടെ ആയിരിക്കും വിഷ്ണു ചെറുതായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അത്. അപ്പോ തൽക്കാലം ഞങ്ങൾ 2 പേരുള്ള സമയത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ വിഷ്ണു കുറച്ച് ക്യാമറ ഷൈ ആണ്. പക്ഷെ ഒരിക്കലും എന്നോട് വീഡിയോ എടുക്കരുത്, ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു പ്രൊഫഷൻ ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ എന്തായാലും അങ്ങനെയൊന്നും പറയാത്ത സ്ഥിതിക്കും എനിക്ക് വേണ്ടതിലേറെ മോട്ടിവേഷൻ ഈ ഒരു ഫീൽഡിലും തരുകൊണ്ടും തന്നെയാണ് നമുക്ക് ഇതൊക്കെ ഇങ്ങനെ തുടർന്ന് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. എന്തിനാ ഇപ്പൊ ഇറ്റലിയിൽ വന്നിട്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മളിതൊക്കെ നെതർലാൻഡ്സ് എന്ന് പറയാറുള്ള ടോപ്പിക്കാണ്. പക്ഷെ എന്നാലും ആ ഒരു 2-3 കമന്റ്സ് വന്നതുകൊണ്ട് പറഞ്ഞു എന്ത് രസം നോക്കി വെക്കും, അതൊക്കെ നമുക്ക് അവിടെ നിർത്താം, നമുക്ക് ഈ ഒരു ഭംഗിയിലോട്ട് ഫോക്കസ് ചെയ്യാം. ഇപ്പൊ ഒരു രസമൊക്കെ ഉണ്ട് കാണുമ്പോൾ. സൺഗ്ലാസ് വെച്ച് വണ്ടി ഓടിക്കാൻ പറ്റണല്ലേ? എടാ ഇപ്പൊ രസമുണ്ട് അല്ലേ? രസമുണ്ടത്, ആൾക്ക് അങ്ങനെ പറയാ, രസമുണ്ട്. ഇതിനെ പറ്റിയായിരുന്നു ഞാൻ ഇന്നലെയും സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വിഷ്ണുവിന് അവിടെ പേ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഇംഗ്ലീഷിൽ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് കണ്ടില്ല ആ ഒരു മെഷീനിൽ. നമ്മളവിടെ നിന്ന് ബുദ്ധിമുട്ടിയപ്പോൾ തന്നെ ഓരോരോ ആൾക്കാർ വന്നിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ നോക്കുകയാണ്. ചോദിക്കുന്നതിൻ്റെ മുന്നേ അവർ ഹെൽപ്പ് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നല്ല ആൾക്കാർ, അവരൊക്കെ വീട്ടിൽ കൊണ്ടുപോകായിരുന്നു. വീട്ടിൽ കൊണ്ടുപോയി ഇത്ര രസം ഉണ്ടാവില്ല അല്ലേ ചിലപ്പോൾ. വിശക്കുന്നുണ്ട്, ഇവിടെ നിന്ന് വിടാം, പോണ കഴിക്കാം. ഇത്രയും നേരം നമ്മൾ എന്തിനാണ് ലേക്ക് കോമോ പോപ്പുലർ ആയിട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ലേക്ക് കോമോനെ പറ്റിയിട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് വൈശാഖ് സാറോടെ വന്ന സമയത്താണ് കേട്ടോ. പുള്ളി പറഞ്ഞു ഇറ്റലിയിൽ ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ് ലേക്ക് കോമോ, നമുക്ക് ലേക്ക് കോമോ പോവാമെന്ന്. നമ്മുടെ അന്ന് സ്വിസ് ട്രിപ്പ് ഉണ്ടായിരുന്നില്ലേ അതിൻ്റെ ഒപ്പം. പക്ഷെ അന്ന് നമുക്കത് ക്ലബ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ട്രിപ്പ് ഭയങ്കര വലുതായി പോകുമായിരുന്നു, അത്രയ്ക്കുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ലേക്ക് കോമോനെ പറ്റി നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര സീനിക് ബ്യൂട്ടിയിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ലേക്ക് കോമോ. ഇവിടുത്തെ ലേക്ക് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അതിന്റെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. നമുക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ താഴെ വരെ കാണാൻ എന്താണ് അതിനുള്ളതെന്നുള്ളത്. പക്ഷെ ഇത്ര നേരം ഞാൻ നോക്കിയ ലേക്കിലൊന്നും അത്ര ആഴം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് താഴെ വരെയുള്ള പോകുന്ന മീനുകൾ എല്ലാം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇവിടെ പോപ്പുലർ ആയിട്ട് 3 ടൗൺ ഉണ്ട് കേട്ടോ. ഒന്ന് ബലാജിയോ, വെറന ആൻഡ് പിന്നെന്തായിരുന്നു എം വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൗണും കൂടി ഉണ്ടായിരുന്നു. ഈ 3 ടൗൺ ആണ് ഇവിടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്കൊരു ഫെറി എടുത്തിട്ട് വേണം നമുക്ക് ബലാജിയോ, വെറനയിലോ ഒക്കെ പോകാൻ വേണ്ടിയിട്ട്. ആദ്യം അതെന്തൊരു ശബ്ദം? ആദ്യം നമ്മൾ ബലാജിയോയിൽ പോകുന്നില്ല, നമ്മൾ ബലാനോല് പോയിട്ട് അവിടുന്ന് നമ്മൾ വെറന്നയിലാണ് പോകുന്നത്. ഈ സ്ഥലങ്ങളുടെയൊക്കെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് തോന്നുന്നു. ഇറ്റാലിയൻ ഭാഷയിൽ ഇവരെല്ലാവരും എനിക്കൊന്നും ഒരിക്കലും പ്രൊണൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇംഗ്ലീഷ് എന്ന മര്യാദയ്ക്ക് പറയാൻ പറ്റത്തില്ല, പിന്നെയാണ് ഇറ്റാലിയൻ ഭാഷയിൽ ഇംഗ്ലീഷ് പറയുന്നത്.
അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് താഴെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കണം. അങ്ങനെ നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് ബെലാനോലോട്ടാണ്. അവിടത്തേക്ക് നമുക്ക് 30 കിലോമീറ്റർ ആണുള്ളത്. നല്ല ഭംഗിയുണ്ട് പോകുന്ന സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. സാധാരണ നെതർലാൻഡ്സ് വെച്ച് കഴിഞ്ഞാൽ എന്താ, നീദർലാൻഡ്സ്, അതായത് താഴെയുള്ള സ്ഥലം എന്നാണ് അതിനർത്ഥം. നമ്മൾ സീ ലെവലിന് താഴെയാണല്ലോ. പിന്നെ അതുകൊണ്ട് തന്നെ നെതർലാൻഡ്സിന്റെ ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ഫുൾ നിവർന്ന് കിടക്കുകയാണ്. കയറ്റവും ഇറക്കവും വളരെ കുറവാണ്. എവിടെയെങ്കിലും ഒന്ന് കണ്ടാൽ കണ്ടു അത്രയേ ഉള്ളൂ. അവിടുന്ന് നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തോട്ട് വരുമ്പോൾ ചുറ്റും ദേ ഇങ്ങനെ മലകൾ കാണുക എന്നൊക്കെ പറയുമ്പോൾ നല്ല ഭംഗിയുള്ള കാര്യമാണല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ബെലാനോലോട്ട് പോവുകയാണ്. നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ പൊതുവേ ഫ്ലൈറ്റ് ടിക്കറ്റ് കണ്ടുപിടിക്കുന്ന എൻ്റെ ജോലിയാണ്. അത് കഴിഞ്ഞ് അക്കോമഡേഷൻസ് എല്ലാം കണ്ടുപിടിക്കാറ് വിഷ്ണുവാണ്. ഓരോ ദിവസം എന്ത് ചെയ്യണം എന്നുള്ള കാര്യം മുന്നേ കണ്ടുപിടിച്ചിരുന്നത് ഞാനായിരുന്നു. ഇപ്പോൾ പക്ഷേ ChatGPT സഹായത്തോടു കൂടെ ഒന്നും കൂടെ റെഫർ ചെയ്ത് ഓരോ ദിവസത്തെ ഐറ്റിനറി പ്രിപ്പയർ ചെയ്യുന്നത് അധികം ഞാനാണ്. പിന്നെ നമ്മൾ രണ്ടുപേരും അങ്ങനെ ഒരു ഭയങ്കര ഫുഡിയൊന്നുമല്ല. നമുക്കങ്ങനെ ഓരോരോ ടേസ്റ്റ് കണ്ടുപിടിച്ച് കഴിക്കുക, അതിനേക്കാളും നമുക്കിഷ്ടം ഇഷ്ടമുള്ള കാര്യം നമ്മൾ കൂടുതൽ കഴിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റെസ്റ്റോറൻറ്റ്സ് ഏതാണെന്നുള്ളതൊക്കെ അപ്പം നോക്കി ഇങ്ങനെ തീരുമാനിക്കുകയേ ചെയ്യാറുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മളിവിടെ ഒരു പെട്രോൾ പമ്പിൽ നിർത്തിക്കുകയാണ്. നമ്മുടെ എന്നത്തെയും ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. ഞാനൊരു ഹോട്ട് ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ഒരു ഇറ്റാലിയൻ ഹോട്ട് ചോക്ലേറ്റ് കുറച്ച് പോപ്പുലർ അല്ലേ. അപ്പം അതെങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാമെന്ന് വിചാരിച്ച് വാങ്ങിയതാ. ഇവിടുന്ന് നേരെ പോകുന്നത് ഒറീഡോ ഡി ബെലേനോ ശരിയാ തോന്നുന്നു. ഒറീഡോ ഡി ബെലേനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തോട്ടാണ്. എൻ്റെ ഫോണിലും കൂടെ ഞാൻ മാപ്പ് വെച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് വഴി തെറ്റി മടുത്തു. അയ്യോ, ഇത് മനസ്സിലായി എന്താന്ന്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മൈക്കൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഒറീഡോ ഡി ബെലേനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തോട്ടാണ്. അതൊരു നാരോ വാലിയാണ് കേട്ടോ. 2 മൗണ്ടെയ്ൻസിൻ്റെ ഇടയിൽ കൂടെ ഉള്ളത്. നാച്ചുറൽ റോക്ക് ഫോർമേഷനൊക്കെ വന്നിട്ട് നല്ല കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബലേനോയിലോട്ട് നമ്മൾ കൂടുതൽ പോകുന്തോറും നല്ലൊരു വില്ലേജ് വൈബ് നമുക്ക് തരുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ചെറിയ ചെറിയ വഴികളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. കാറ് പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ പോയിട്ട് പാർക്കിങ്ങിനെ പറ്റിയിട്ടും ടിക്കറ്റിനെ പറ്റിയിട്ടും ഒക്കെ എങ്ങനെയാണെന്ന് അന്വേഷിക്കട്ടെ. ഈ ഒരു സമയം ഇവിടെ ലേക്ക് കോമോ അധികം തിരക്കില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ. സമ്മറിലൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ റഷ് ഉണ്ടായിരിക്കുക എന്ന് പറയാം. നമുക്ക് കുറച്ച് താഴത്തോട്ട് ഇറങ്ങാനുണ്ട്. എൻ്റെ ചെരുപ്പിന് അത്ര ഗ്രിപ്പില്ലേ എന്നൊരു സംശയമുണ്ട് എനിക്ക്. കുറച്ച് താഴത്തോട്ട് ഇറങ്ങി പോയിട്ട് താഴെയാണ് നമുക്ക് ഒറീഡോ ഡി ജനേറോ എന്നൊക്കെ. മറ്റേ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച ഏതോ മറ്റേ ഹിസ്റ്റോറിക് വാക്കിനായിട്ട് എന്താ അത് ഹിസ്റ്റോറിക് വാക്കിനായിട്ട് ബന്ധമില്ലേ? എന്തായിരുന്നു അത്? ഒറീഡോ ഡി ജനേറോ ഏതൊരു എൻ്റെ പഠനം അല്ലെങ്കിൽ എത്ര പോരാ. ടിക്കറ്റ്സ് എല്ലാം ഇവിടെ കുറച്ചും കൂടെ നല്ല പ്രൈസിനാണ് കേട്ടോ. 2 പേർക്കും കൂടെ 12 യൂറോ ആണ് വരുന്നത്. അപ്പോൾ ഒരാൾക്ക് 6 യൂറോ. ഇഷ്ടം എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഇഷ്ടം ഭയങ്കര ഹൈറ്റ് പേടിയുള്ള ഒരാളാണ്. എനിക്കാകെ പേടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ വരുന്നതാണ് ഹൈറ്റ്. നമ്മളിപ്പോൾ നടക്കുന്നത് മുകളിലൂടെയാണ്. പൊളി. ഇതാണ് നമ്മുടെ എൻട്രൻസ്. ഇങ്ങനെ ഏത് സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാലും കുറേ ഗുഹകളിൽ പോകുന്ന ഇപ്പോൾ ഒരു ശീലമായിട്ടുണ്ട്. എൻ്റെ മോനെ, ഓ ഇത് അടിപൊളിയിട്ട് ഒരു രക്ഷയില്ല. ഇതിന്റെ അടിയിലൊരു കുട്ടി വാട്ടർഫോൾ ഉണ്ട് എന്നാട്ടോ പറയുന്നത്. വെള്ളത്തിന്റെ കളറ് ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ സ്വിസ്സിലൊക്കെ കാണുന്ന ആ ഒരു കളറില്ലേ, ആ ഒരു കളറിലോട്ട് ചെറുതായിട്ട് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇത്രയും നേരം നമ്മൾ കണ്ടത് നമ്മുടെ സാധാ ഒരു വെള്ളത്തിന്റെ കളർ തന്നെയാണല്ലോ. പക്ഷെ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. കണ്ടോ അവിടെയൊക്കെ. ഓ, യൂറോപ്പിൽ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ഒരു നേച്ചർ ഫീൽ തന്ന ഒരു കൺട്രി ആയിരുന്നു കേട്ടോ സ്വിറ്റ്സർലാൻഡ്. അതുകൊണ്ട് തന്നെയാണ് വേറെ എന്തൊരു കാര്യം കാണുമ്പോഴും എൻ്റെ മൈൻഡിൽ സ്വിസ്സിനെ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ വരുന്നത്. ഞാനത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മളിങ്ങനെ 2 ചെറിയ മലകളുടെ ഇടയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ അവർ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വല വെച്ച് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് വരുന്ന ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇങ്ങനെ നടക്കുന്ന ആൾക്കാരുടെ തലയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മൈക്ക് എനിക്ക് ഏറ്റവും അടിപൊളി ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയമാണത്. കാരണം വാട്ടർഫോളിൻ്റെ ശബ്ദം താഴെയുള്ള വെള്ളത്തിൻ്റെ കുത്തൊഴുക്കുന്ന ശബ്ദത്തിനിടയിൽ നിങ്ങൾക്ക് എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഇതൊട്ട് സ്ഥിരമായി ഞാൻ ഈ ഒരു മൈക്ക് ഉപയോഗിക്കുന്നതായിരിക്കും. ഞാൻ മൈക്ക് എന്നല്ലേ പറഞ്ഞ തുടക്കത്തിൽ. എനിക്ക് കണ്ണുകൊണ്ട് കാണുന്ന എത്ര ഭംഗി എനിക്ക് ക്യാമറയിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല. പക്ഷേ ഇവിടെ നിന്ന് കുറച്ച് നേരം ഈ ഒരു കാഴ്ച കണ്ടു നിൽക്കുക എന്നുള്ളത് ഞാൻ ഈ ഒരു ട്രിപ്പിൽ എന്നും ഓർക്കുന്നൊരു കാര്യമായിരിക്കും കേട്ടോ. അടിപൊളിയായിരുന്നു. ഷോർട്ടായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു കേട്ടോ. 20 മിനിറ്റ് എന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു 10 മിനിറ്റിൽ നമ്മൾ നടന്നു വന്നു. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒറീഡോ ഡി ബെലേനോ എന്ന് പറയുമ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വരുന്നു എന്ന്. അതായത് റിയോ ഡി ജനീറിയോ. ഇതെന്തായിരുന്നു സംഗതി? വിഷ്ണു കേട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഹിസ്റ്ററി ക്ലാസ്സിൽ എപ്പോഴോ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച ഒരു കാര്യമായിരുന്നു റിയോ ഡി ജനീറിയോ.
ഇതിനെ പറ്റി ഞാൻ ഗൂഗിൾ ചെയ്യട്ടെ. നമ്മൾ കയറിയ ചെറിയൊരു ചുരം നമ്മൾ ഇറങ്ങി ഇങ്ങനെ ഒരു ലേക്ക് സൈഡിൻ്റെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. കുറച്ച് നേരം ഇവിടെ നിന്ന് നമുക്ക് പ്രകൃതി ഭംഗിയൊന്നായി ഇറക്കാം. അതിനുശേഷം ലഞ്ച് കഴിക്കാം. കൊള്ളാം, രസമുണ്ട്. നോക്ക്, ഇതാ ഇവർ പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണെന്ന്. കണ്ടോ, നമുക്ക് അടി വരെ കാണാം. ഓ, അടിപൊളി. നമ്മളിപ്പോൾ ഉള്ളത് ബലേനോ എന്ന് പറഞ്ഞിട്ടുള്ള കുഞ്ഞൊരു വില്ലേജിലാണെന്ന് പറഞ്ഞില്ലേ. ഇവിടെ ഒരുമാതിരി ഷോപ്സൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. ഇന്ന് മൺഡേ ആവുകൊണ്ടാണോ എന്നറിയില്ല. അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത് വെറേന എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജ് ഉണ്ട്. അവിടെ പോയിട്ട് ലഞ്ച് കഴിക്കാമെന്നാണ് കേട്ടോ പ്ലാൻ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ശരിയാ, മൺഡേയും ട്യൂസ്ഡേയും ക്ലോസ്ഡാ. ഇവിടെ നിന്ന് അധികം കടകളൊന്നുമില്ല. ചിലപ്പോൾ മൺഡേ ആയിരിക്കും ഇവിടെ അധികം കടകളും ക്ലോസ് ചെയ്യുന്ന ഒരു ദിവസം. ഈ ഒരു സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് നേരം നടന്നപ്പോൾ ഈ ജനലിനൊക്കെ ഇങ്ങനെ ആരൊക്കെയോ സംസാരിക്കുന്ന പോലെ, ചിലപ്പോൾ വീടുകളൊക്കെ ആയിരിക്കും. ഭയങ്കര ഒരു പഴയ കാലത്ത് വന്ന പോലത്തെ ഒരു ഫീല്. ഒരു 1980s നമ്മൾ പടത്തിൽ കാണുമ്പോൾ ഇങ്ങനെ കേൾക്കില്ലേ, അങ്ങനത്തെ ഒരു ഫീല്. ഞാൻ ഏറ്റവും കൂടുതൽ ടണലിലൂടെ യാത്ര ചെയ്ത ഒരു ട്രിപ്പായിരിക്കും കേട്ടോ ഇത്. വലിയ വലിയ ടണൽസാണ് ഇവിടെ ഉള്ളത്. ഒരു 5-8 കിലോമീറ്ററൊക്കെ ദൂരമുള്ള ടണൽസ് ഉണ്ട്. 2 മണി വരെയാണ് ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഉള്ളൂ കേട്ടോ. ഇവിടുത്തെ ഒരു ലഞ്ച് ടൈം എന്ന് പറയുന്നത്, ഇവിടുത്തെ അല്ല, എല്ലായിടത്തെയും ലഞ്ച് ടൈം 12 മണി മുതൽ 2:30 വരെയൊക്കെയാണ്. അതുവരെ അവർ ഈ റെസ്റ്റോറൻറ്റിൽ തുറക്കുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ റെസ്റ്റോറൻറ്റ്സ് അവൈലബിൾ അല്ല. അങ്ങോട്ടാണോ? ഈ ഒരു റെസ്റ്റോറൻറ്റിന് പുറത്ത് മാത്രമേ സീറ്റിംഗ് ഉള്ളൂ കേട്ടോ. നമുക്കൊരു ബ്ലാങ്കറ്റ് കിട്ടുമെന്ന് ചോദിക്കാം. പൊതുവേ ഇങ്ങനെ പുറത്ത് സീറ്റിംഗ് ഉള്ള റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഇവിടെ അവർ ഹീറ്റേഴ്സും വെച്ചിട്ടുണ്ടായിരിക്കും. ഇതേ കണ്ടോ, അങ്ങനത്തെ ഒരു ഫയർ പ്ലേസും ഉണ്ടായിരിക്കും. പിന്നെ ബ്ലാങ്കറ്റ് അവർ തരും. നമുക്ക് അവർ ബ്ലാങ്കറ്റ് കൊണ്ട് തന്നിട്ടുണ്ട്. വിഷ്ണു തന്നിട്ടുണ്ടോന്ന്. ഇനി പുതച്ച് റെഡിയാക്കി ഇരിക്കുമ്പോഴേക്ക് ഫുഡൊക്കെ കൊണ്ടുവരാന്നാണ് പറഞ്ഞത്. അതിന് വേണ്ടി അവർ ബ്രെഡും ബണ്ണും കൊണ്ട് തന്നിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് കേട്ടോ. നമുക്കിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ അവരിങ്ങനെ ബ്രെഡ് തരും. അത് നമുക്ക് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ബട്ടർ വെച്ച് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തോ ഇഷ്ടമാണ് എനിക്കത്. അയ്യോ, പക്ഷിയല്ല പോയത്. വിഷ്ണു ഒരു പാസ്തയാണ് ഓർഡർ ചെയ്തത്. കുറച്ചൊന്ന് എരിവരുത്താൻ വേണ്ടി കുറച്ച് ചില്ലി ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പ്രോട്ടീൻസ് ആവാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ചിക്കൻ ബ്രസ്റ്റും ഒപ്പം കുറച്ച് ഗ്രിൽഡ് വെജിറ്റബിൾസ് പറഞ്ഞ് അതിനുശേഷം ഒരു മിൻറ്റ് ടീയും കൂടെ കുടിച്ച് ഞാൻ ഇന്നത്തെ ലഞ്ച് അവസാനിപ്പിച്ചു. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി നമുക്കിതേ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കുട്ടിക്കിളി ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. എന്താ വിഷ്ണു? നമുക്കിങ്ങനെ വെറേനയിൽ വന്നിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വായിച്ചായിരുന്നു. ലേക്കിൻ്റെ ചുറ്റും നമുക്ക് നടക്കാൻ പറ്റും. അത് ഭയങ്കര അടിപൊളിയാണെന്ന് ഞാൻ വിചാരിച്ചത്. എന്തിപ്പോൾ ലേക്കിൻ്റെ ചുറ്റും നടക്കാനുള്ളത്, ഇത്ര വലിയ സംഭവം എന്താണ്? പക്ഷെ സംഗതി രസമുണ്ട്. അത് ത്രൂ ഔട്ട് ഡേ ഇങ്ങനത്തെ റെയിൽ വെച്ചിരിക്കുകയാണ്. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഞാൻ കുറച്ച് നേരം ക്യാമറയൊക്കെ താഴെ വെച്ച് വർത്താനം പറഞ്ഞ് രസത്തിൽ ഇങ്ങനെ നടക്കുകയായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു അനുഭൂതിയായിരുന്നു. എന്താണ് വിഷ്ണുവിൻ്റെ അഭിപ്രായം? നമ്മൾ വായിച്ചപ്പോഴും പറഞ്ഞായിരുന്നു സമ്മർ ടൈമിലാണ് ഇവിടെ ഭയങ്കര തിരക്കുണ്ടാവുക. സമ്മറിലൊന്നും വരണ്ടേ? അപ്പോൾ കുറച്ചു നേരം കൂടി നടത്തം ഒന്ന് കണ്ടിന്യൂ ചെയ്യട്ടെ. സമ്മർ ടൈമിൽ ഇവിടെ കുറച്ചും കൂടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ഫെറി എടുക്കാം, നമുക്ക് നെക്സ്റ്റ് വില്ലേജിൽ പോവാം, അവിടെ കാണാൻ തിരിച്ചു വരാം. അങ്ങനത്തെ ചെറിയ ചെറിയ സംഗതികളൊക്കെയാണുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് സമ്മറിൽ ഇവിടെ നല്ല തിരക്കും വിൻ്റർ ആയി കഴിഞ്ഞാൽ അത്ര അധികം തിരക്കില്ലാത്തൊരു സ്ഥലം ഇവിടെ ആവുന്നത്. ഏത് സീസണിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു ലേക്കിൻ്റെ സൈഡിൽ കൂടെ ഈ ഒരു നടത്തം ഏതൊരാൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തന്നെയുണ്ടോ എനിക്ക് തോന്നുന്നത്. ഇവിടുന്ന് തിരിച്ച് നമ്മുടെ സ്റ്റേയിലോട്ട് പോവുകയാണ്. സമയം 4:45, ഏകദേശം ഇരുട്ടി തുടങ്ങി. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്ക് അധികം ഷോപ്സൊക്കെ അടച്ചു തുടങ്ങുന്നുണ്ട്. പിന്നെ ഇരുട്ടായത് കാരണം പിന്നെ അത്ര സീനിക് ആയിട്ടുള്ള സ്ഥലങ്ങളൊന്നും കാണാൻ അത്ര വലിയൊരു ഭംഗി തോന്നുന്നില്ല. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. നാളെ നമുക്ക് ഒരു ലോങ് ഡേ ആണ്. നമ്മൾ രാവിലെ ഇവിടുന്ന് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് വൈകുന്നേരം ആകുമ്പോഴാണ് നമ്മൾ ഇറ്റലിയിൽ സറ്റേർണിയ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് എത്തുക. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ആദ്യം ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ട്രാവലിൻ്റെ ഇടയിൽ നമുക്ക് എന്തായാലും കയ്യിൽ കുറച്ച് ഭക്ഷണവും കാര്യങ്ങളൊക്കെ വേണമല്ലോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയും നമുക്ക് മുട്ടയോ ആപ്പിളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യം വാങ്ങിക്കാം. അതിന് വേണ്ടി നമ്മളിവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ മീനുകൾക്കുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഇറ്റലിക്ക് താമസം മാറിയാലോ? നോക്കി എത്ര ഓപ്ഷനാണ് മീന്. സ്ക്വിഡ് ഉണ്ട്, ചെമ്മീനുണ്ട്, അയിലല്ലേ അത്? ഓഫ്, അയില വെള്ളം വരുന്നു. ഇത് എനിക്ക് ഇത് കിങ് ഫിഷ് ആണോ? ഇത് കിങ് ഫിഷ് ആണോ?
അറിയില്ല എന്തായിട്ട് കാര്യം ചെമ്മീൻ നീരാളി നന്നാക്കി കിട്ടൂടോ ചെമ്മീൻ. മത്തി എവിടെ? മത്തിയില്ലല്ലോ. അതെന്താണ് അങ്ങനെ ഒരു മത്തി? ഉപ്പിലിട്ട് വെച്ച മത്തിയാണോ? കുറേ ക്രിസ്മസ് ഡെക്കേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ലഗേജിൽ സ്ഥലമില്ല ഒന്നും വാങ്ങിച്ചു കൊണ്ടുപോകാൻ. അതുകൊണ്ട് ഒന്നും വാങ്ങുന്നില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഇവിടെ മുകളിൽ തന്നെ ഒരു ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ പുറത്തിറങ്ങി നമുക്ക് ഒരുപാട് ഫുഡ് അന്വേഷിച്ച് നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ തന്നെ നമ്മൾ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എത്തിയപ്പോഴേക്ക് വിഷ്ണുവിൻ്റെ ജാക്കറ്റ് ഒന്ന് ചെറുതായിട്ട് കേട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ചെറിയ മൂഡ് ഔട്ടിലാണ് വിഷ്ണു. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഓർഡർ ചെയ്തത് ഒരു ചിക്കൻ ഗ്രില്ലും വിഷ്ണു ഓർഡർ ചെയ്തത് ഒരു റാപ്പും ആയിരുന്നു. ടഫായിട്ടുള്ള കാര്യം, ഇന്ന് നമ്മുടെ ട്രിപ്പിൽ 3-ാമത്തെ ദിവസമായിട്ടേ ഉള്ളൂ. ഏറ്റവും ഇല്ലല്ലോ അത് പക്ഷേ ലേഡീസാണ്. വിഷ്ണുവിന് പിന്നെ ഒരു പണി കിട്ടി. വിഷ്ണുവിൻ്റെ ജാക്കറ്റ് സിപ്പ് സ്റ്റക്കായി. പണികൾ ഏറ്റുവാക്കാൻ വേണ്ടിയിട്ടാണ് വിഷ്ണു ഇറ്റലിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത് ഏറ്റവും ടഫായിട്ടുള്ള കാര്യം ഇന്ന് 3-ാമത്തെ ദിവസമായപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഫുഡ് മിസ് ചെയ്യുന്നതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ചോറും മോരുകറിയും അപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന ഒരു മുരിങ്ങടലയിൽ ഇങ്ങനെ പച്ചമുളക് കീറിയിട്ട ഒരു അറിയുമ്പോൾ തന്നെ വയലുവെള്ളം വരുന്നു ഒരു കറിയൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് ഒരു കാലത്ത് ഒരു വിലയില്ലാത്ത കറിയായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് നമ്മൾ 3 ദിവസം കേട്ടോ വീട്ടിലാവുമ്പോൾ നമുക്ക് ഇത്ര മിസ് ചെയ്യില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാം. ഇത് അങ്ങനെയല്ല, കഴിക്കാൻ തോന്നിയിട്ട് വയ്യ. അതുകൊണ്ട് തന്നെ ആ വാങ്ങിച്ച ചിക്കനൊക്കെ ഞാൻ 2-3 പീസ് കഴിച്ചപ്പോൾ ഞാൻ നിർത്തി. വയറ് നിറഞ്ഞ അവസ്ഥയായി. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. നമ്മൾ വിചാരിച്ചതുപോലെ നല്ല പീസ്ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റി. നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യും ടസ്കനിയിലോട്ട്. വൈകുന്നേരം ആകുമ്പോഴാണ് നമ്മൾ അവിടെ എത്തുക. അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വ്ളോഗായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി, ടാറ്റാ. അപ്പോൾ നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് നമുക്ക് കാണാം കേട്ടോ. ബൈ.